الله أكبر الله أكبر لا إله إلا الله. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوة الأحباب، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. ولا تكونوا كالذين نسوا الله فأنساهم أنفسهم أولئك هم الفاسقون. لا يستوي أصحاب النار وأصحاب الجنة أصحاب الجنة هم الفائزون. لو أنزلنا هذا القرآن على جبل لرأيته خاشعا متصدعا من خشية الله وتلك الأمثال نضربها للناس لعلهم يتفكرون. صدق الله العظيم. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് ആദ്യമായി ഉണർത്തുകയാണ് വസിയത്ത് ചെയ്യുന്നത്. ജീവിതം ഒരു വൃഥാപണിയല്ല എന്ന് അനുഭവിക്കുന്ന നമുക്കൊരാളാണ്. വളരെ കാലികൗരവമുള്ള ഒരുപാട് സംഗതികളുണ്ടല്ലോ ജീവിതത്തിൽ. ഇത് തനിയെ ഉണ്ടായതൊന്നുമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വദേശം സൃഷ്ടിച്ചതാണ്. ഇക്കാര്യം നമുക്ക് അറിയാത്തതല്ല, അറിയുന്ന കാര്യം തന്നെ ഉണർത്തിക്കൊണ്ടിരുന്നാലേ മനുഷ്യന് അതിനെക്കുറിച്ച് ഒരു ബോധം നൽകുന്നതാണ് മനുഷ്യ മനസ്സിന്റെ സൃഷ്ടിപ്പിന്റെ ഘടകങ്ങൾ. എല്ലാ ദിവസവും നമ്മൾ ഭക്ഷണം കഴിക്കാറുണ്ട്, ഒരു ദിവസം പല നേരവും കഴിക്കാറുണ്ട്. ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന ക്ഷീണവും വ്യസനവും സങ്കടവും നമുക്ക് അറിയുന്നതാണ്. ശരീരത്തിന്റെ നിലനിൽപ്പിന് എത്രമാത്രം ഭക്ഷണം അനിവാര്യമാണ്, അതുപോലെ തന്നെ ആത്മാവിന്റെ നിലനിൽപ്പിന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ ഉപദേശ നിർദ്ദേശങ്ങൾ അനുസരിക്കണം. അത് വൈയക്തികമായി എല്ലാവരും 5 നേരം ചെയ്യണം എന്നത് അത് നിശ്ചയിച്ച വ്യവസ്ഥയിൽപ്പെട്ടതാണ്. എന്തെങ്കിലുമൊക്കെ രോഗമോ യാത്രയോ ഉണ്ടാകുമ്പോൾ ഒരു അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ള നിലയിൽ ജമ്മുണ്ട് സ്വറകൾ. പക്ഷെ അത് ഒഴിവാക്കാൻ പാടില്ല. ഭക്ഷണം കിട്ടാതെ ശരീരം ശ്വസിച്ചു പോകുന്നത് പോലെ ആത്മീയമായ ഭക്ഷണം കിട്ടാതെ അല്ലാഹുവിന്റെ നിർദ്ദേശങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ഉണർത്തൽ ഉണ്ടാവാതെ ആയാലും ശരീരം മനസ്സും ക്ഷണിച്ചു. അതുകൊണ്ട് നിർബന്ധമായും തഖ്വകൊണ്ട് വസിയത്ത് ചെയ്യുക എന്ന ഒരു സംഗതി ആഴ്ചയിൽ ഒരു പ്രാവശ്യം ചെയ്യണം എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധിച്ച് പറഞ്ഞിട്ടുള്ള ഒരു സംഗതി. നമുക്ക് അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല.
എത്ര വലിയ അറിവുള്ളവനായാലും, എത്ര വലിയ പണ്ഡിതനായാലും, എത്ര വലിയ സൂക്ഷ്മശാലിയായാലും അല്ലാഹു നിർദ്ദേശിച്ച വഴികളിലൂടെ അല്ല പോകുന്നതെങ്കിൽ അവന് എളുപ്പം പിശാച് പിടിക്കും. ഒരു ലേശം അലംഭാവം കൊണ്ട് പിശാച് ആദമിനെയും ഹവ്വയെയും പിടികൂടിയ സംഗതി പല പ്രാവശ്യം ഓർമ്മിച്ചത്. അപ്പൊ അതുകൊണ്ട് എപ്പോഴും അതിനെ സംബന്ധിച്ച് ജാഗരൂകമായിരിക്കാൻ, വൈയക്തികമായ നിലയിൽ നിരന്തരമായി, സാമൂഹ്യമായ നിലയിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യമുള്ളത് ഈ തപ്പോണ്ടുള്ള വസിയത്ത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ്. അത് യഥാർത്ഥത്തിൽ പറയുന്നതും കേൾക്കുന്നതുമൊക്കെ എല്ലാവർക്കും അത് പ്രയോജനപ്പെടണമെന്നുള്ളതാണ്. എല്ലാം കഴിഞ്ഞതിന് ശേഷം നമസ്കരിക്കാൻ വേണ്ടി മാത്രം വെള്ളിയാഴ്ച പള്ളിയിൽ വന്നാൽ അതിന്റെ പ്രയോജനം ഉണ്ടാവില്ല എന്ന് പലപ്പോഴും ആവർത്തിച്ച് പറഞ്ഞു. അതിനനുസരിച്ചുള്ള ഒരു പ്രതിഫലമേ അത്തരം ആളുകൾ കിട്ടുള്ളൂ. വൈകി വരുന്ന പല ആളുകളും ഒരുപാട് ന്യായങ്ങൾ പറയാറുണ്ട് എങ്കിലും ആ വൈകി വരുന്നതിന് അവർ തന്നെയാണ് യഥാർത്ഥത്തിൽ കാരണം അത്ര ശ്രദ്ധ അവർ കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് അത്ര തൗഫീഖ് അല്ലാഹുവിനെ കൊടുത്തിട്ടുള്ളൂ. അത്രമാണ് മനസ്സിലാക്കണം. ഇവിടെ നേരത്തെ എത്താനും ഇമാമ മമ്പറിൽ കയറുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഹാജരാവാൻ ഒരു തൗഫീഖ് വേണം, ഒരു അനുഗ്രഹം വേണം. ഇനി അവിടെ ബാങ്കിൽ പോകാറുണ്ടായിരുന്നു, ഇവിടെ മറ്റുണ്ടായിരുന്നു, ഇവിടെ മറിച്ചുണ്ടായിരുന്നു. അള്ളാഹുവിന്റെ വിളിയേക്കാൾ പ്രധാനമുള്ള ഒരു വിളിയുമില്ല എന്നുള്ളത്. അപ്പൊ അള്ളാഹുവിന്റെ വിളിക്കുകയാണ് ഉത്തരം ചെയ്യാൻ മനുഷ്യ മനസ്സ് തയ്യാറുണ്ടെങ്കിൽ അവൻ അവിടെ എത്തും. അതല്ല സ്വന്തം നിലയ്ക്കുള്ള കാര്യങ്ങൾ ചെയ്തു തന്നിട്ടാണ് വേണമെങ്കിൽ അപ്പോഴേ എത്തിക്കൊള്ളും. ഇത് ഓരോരുത്തരും പ്രത്യേകം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു സംഗതിയാണ്. നമ്മൾ നിസ്സാരമായി ചെയ്യണമല്ല, അള്ളാഹുവിന്റെ ഒരു അനുഗ്രഹത്തോടുകൂടി ചെയ്യുന്നതാണ്. അതിന് അർഹത ലഭിക്കുക എന്നത് തന്നെ വലിയൊരു തൗഫീഖാണെന്നതാണ്. അശ്രദ്ധമായി ഇത് കൈകാര്യം ചെയ്യുന്ന ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അശ്രദ്ധമായി അവിടെയും കൈകാര്യം ചെയ്യും. യാതൊരു സംശയമില്ല, അല്ലാഹുവിന്റെ നിയമ നടപടി അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് വെള്ളിയാഴ്ച ഈ കാര്യത്തിന് ശ്രദ്ധിച്ചാൽ അതിനുള്ള പ്രതിഫലം കിട്ടും, ഇല്ലെങ്കിൽ അതിനുള്ള പ്രതിഫലം ഉണ്ടാവില്ല. വൻത് ഫിഖ്ഹിന്റെ ന്യായം പറഞ്ഞാൽ അവസാനത്തെ ഒരക്കായത്തെ കിട്ടിയാൽ ബാക്കി കിട്ടിയാൽ ഇമാമുണ്ട്, ഇമാ കിട്ടിയെന്നൊക്കെ പറഞ്ഞ് ഫിഖ്ഹിന്റെ ന്യായങ്ങൾ എന്ത് പറഞ്ഞാലും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതനുസരിച്ച് കിട്ടില്ല. അതിന്റെ അപ്പുറം എത്ര വലിയ ഫിഖ്ഹ് പണ്ഡിതന്മാർ എന്ത് എഴുതി വെച്ചിട്ടും വേറെ കാര്യമില്ല. അത് കൃത്യമായി പറഞ്ഞ സ്ഥിതിയാണ്. അതിനനുസരിച്ച നിയമങ്ങളും ഉപദേശങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. ഉപദേശം നൽകുക, അല്ലെങ്കിൽ കൗൺസിലിംഗ് നൽകുക, അല്ലെങ്കിൽ മാർഗദർശനം നൽകുക എന്നത് അല്ലാഹു തആല ഒരു ബാധ്യതയായി തന്നെ സ്വീകരിച്ചു. അവൻ അടിമയെ സൃഷ്ടിച്ചു ഇൻബിൽറ്റായിട്ട്, അതായത് സൃഷ്ടിപ്പിൽ തന്നെ മാർഗദർശനമുണ്ട്, പോരാടിച്ച് അഡീഷണൽ ആയിട്ട് മാർഗദർശനം കൊടുക്കുക. ഇന്ന അലൈനാ ലൽഹുദ. അപ്പോൾ ഒരുപാട് തരത്തിലുള്ള മാർഗദർശനങ്ങൾ നൽകുമ്പോൾ ചില സംഗതികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ആട്ടിക്കുറുക്കി ചില സ്ഥലത്ത് പറയാറുണ്ട്. വളരെ 3 പ്രധാനപ്പെട്ട വളരെ വലിയ മഹത്തായ ഉപദേശങ്ങൾ, 3 ഉപദേശങ്ങൾ വളരെ ഹ്രസ്വമായി വിവരിക്കുന്ന സൂറത്തുൽ ഹശ്റിലെ ചില വാചകങ്ങളാണ് ഞാൻ ആദ്യം നിർദ്ദേശിച്ചത്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയാൻ, അല്ലെങ്കിൽ വിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക എന്നുള്ളത്. എല്ലാവർക്കും അറിയുന്നതാണ് തഖ്വ എന്നുള്ളത് എന്താണ്. യഥാർത്ഥത്തിൽ അത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രത്യേക സാധനമായിട്ട് എടുത്ത് കാണിക്കാൻ പറ്റുന്നതല്ല. അതൊരു മാനസിക നിലയാണ് എന്നുള്ളതാണ്, ഒരു മനോനിലയാണ്. അതായത് മനുഷ്യ മനസ്സിനെ സദാ അല്ലാഹുമായി ബന്ധിപ്പിച്ച് ജാഗരൂകമായി നിലനിർത്തുക എന്നുള്ളതാണ്. ആ തഖ്വ എന്ന് പറയുന്ന ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് നിന്ന് വരുന്ന വികാരങ്ങൾ ഉത്ഭുതമാക്കുന്ന സംഗതിയാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നെഞ്ചിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് തഖ്വ ഹാഹുന ഹാഹുന ഹാഹുന, ഇവിടെയാണ് യഥാർത്ഥ തഖ്വ. മനുഷ്യന്റെ പ്രവൃത്തിയിൽ ഉണ്ടാകുന്ന സൂക്ഷ്മത യഥാർത്ഥ ഹൃദയത്തിലുണ്ടാകുന്ന സൂക്ഷ്മതയുടെ ബഹിസ്ഫുരണമായി. മനസ്സിലൊന്ന് ചിന്തിക്കുകയും പുറത്തുനിന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്നതിന് പേര് വേറെയാണ്. അത് ഞാൻ വിശദീകരിക്കാതെ എന്ന് നമുക്കറിയാം. അപ്പൊ ഒറിജിനലായിട്ട് തഖ്വ ഉണ്ടെങ്കിൽ, യഥാർത്ഥത്തിൽ തഖ്വ ഉണ്ടെങ്കിൽ അവന്റെ പ്രവർത്തനങ്ങൾ നേരെയാക്കി കൊടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാലാഖമാരെ ഏൽപ്പിക്കും എന്നുള്ളതാണ്. അത് എപ്പോഴും അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടാണോ ഞാൻ കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന ഒരു ഇൻട്രോസ്പെക്ഷൻ, അതായത് സെൽഫ് ഒബ്സർവേഷൻ മെത്തേഡ് എന്നുള്ളതാണ് തൊട്ടടുത്ത് പറയുന്നത്. അവനവനെ തന്നെ നിരീക്ഷിക്കുക. നിരീക്ഷണങ്ങൾ പലതരത്തിലുണ്ട്. ഒരാള് നിരീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് മാത്രമല്ല,
അതായത് എല്ലാ ഇന്ദ്രിയങ്ങളും അതിന്റെ അപ്പുറം മനസ്സും കൂടി ചേരുമ്പോഴേ നിരീക്ഷണം ഉണ്ടാവുള്ളൂ. നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു സംഗതിയാണ്, ഒരു കാര്യം കണ്ടാൽ കാണുന്ന കാര്യത്തിലല്ല അതിന്റെ പിന്നിലാണ് യാഥാർത്ഥ്യം എന്നുള്ളതാണ്. അപ്പൊ നിരീക്ഷണം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട, നമ്മുടെ മുകളിൽ ഒരു നിരീക്ഷകനുണ്ട് എന്ന് നമുക്കറിയാം. എല്ലാ ആളുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നിരീക്ഷകന്മാരെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഹാഫിദ് എന്ന് പറഞ്ഞാൽ റാഖിബ്, അതായത് നിരീക്ഷകൻ. ഒരു വ്യക്തമായും ഒരു നിരീക്ഷകൻ ഇല്ലാതെ ആർക്കും ജീവിക്കാൻ സാധ്യമല്ല. ഒരാൾ ഒരു വാചകം ഉന്നയിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു അക്ഷരം ഉദ്ദേശിക്കുമ്പോൾ അതവിടെ രേഖപ്പെടുത്താനുള്ള സംവിധാനം അല്ലാഹു തആല ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തിനാണ് ഇത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് പറഞ്ഞാൽ ജാഗരൂകമാകാൻ വേണ്ടിയാണ്. ما يلفظ من قول إلا لديه رقيب عتيد إذ يتلقى المتلقيان عن اليمين وعن الشمال قعيد. അതായത് യമീൻ ഷിമാൽ പറയും, ഇടത്തും വലത്തും തയ്യാറായി കാത്തു നിൽക്കുന്ന ഒരാൾ. റഖീബുൻ അതീദ് എന്ന് പറഞ്ഞ രണ്ടല്ല, അതായത് അതീതായ റഖീബ് എന്നാണ്, തയ്യാറായി കാത്തു നിൽക്കുന്ന ഒരു നിരീക്ഷകൻ. അപ്പൊ രണ്ട് സ്ഥലത്തും നിരീക്ഷണം. അത് രണ്ടാളുടെ പേരാണ് എന്ന് തെറ്റിദ്ധരിച്ചു, രണ്ടാളുടെ പേരല്ല. ഒരാളിന്റെ തന്നെ അഡ്ജക്റ്റീവ്, അയാളുടെ വിശേഷണമാണ് പറഞ്ഞത്. രണ്ടാളും അങ്ങനെ തന്നെയാണ്. അതായത് റഖീബാണ്, നിരീക്ഷകനാണ്, അതീതായിരിക്കും, എപ്പോഴും റെഡിയായി തയ്യാറായി കാത്തു നിൽക്കുന്നത്. അവരറിയാതെ ഒരാൾക്കും ഒന്നും ഉച്ചരിക്കാൻ പോലും കഴിയില്ല. മാത്രമല്ല ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ, അതായത് എന്ത് കാണുന്നു, എന്ത് കേൾക്കുന്നു, എന്ത് ഹൃദയവികാരമുണ്ടാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നത്. ഈ അടിസ്ഥാനത്തിൽ, ഈ അറിവിന്റെ അടിസ്ഥാനത്തിൽ ഒരു ബോധം, ആ ബോധത്തിലുള്ള വിശ്വാസം, ആ വിശ്വാസത്തിലുള്ള നിരീക്ഷണത്തിലാണ് യഥാർത്ഥത്തിൽ മനുഷ്യന് സെൽഫ് ഒബ്സർവേഷൻ സാധിക്കുക എന്നുള്ളതാണ്. അതായത് സെൽഫ് ഒബ്സർവേഷൻ എന്നുള്ള സൈക്കോളജിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. പക്ഷെ ആധുനിക മനഃശാസ്ത്രജ്ഞന്മാരത് തള്ളിക്കളഞ്ഞു. കാരണം ബയാസ്ഡ് ആയിരിക്കും. അയാളെ സംബന്ധിച്ച് നിരീക്ഷിക്കുമ്പോൾ എപ്പോഴും സബ്ജക്റ്റ് വരിക, അയാൾക്ക് അനുകൂലമായ തരത്തിലുള്ള ന്യായാന്യായങ്ങൾ ഉണ്ടാക്കുന്ന സ്വഭാവമായിരിക്കണം. പക്ഷെ സത്യവിശ്വാസി അങ്ങനെ സാധിക്കില്ല. കാരണം സത്യവിശ്വാസിയുടെ നിരീക്ഷണം എന്നത്, ഈ നിരീക്ഷിക്കുമ്പോൾ എപ്പോഴും ഒരു മാനദണ്ഡം വേണം. ഇപ്പൊ ഇലക്ഷൻ കമ്മീഷൻ നിരീക്ഷകർ ഏർപ്പെടുന്നു. എന്താ അയാൾക്ക് ഉണ്ടാവുന്നത്? അയാൾ എന്താ നിരീക്ഷിക്കാൻ? അവിടെ ഒരു മാനുവലില് അവർക്ക് കോഡ് ഓഫ് കോണ്ടാക്ട്, ഒരാള് ഇന്നൊക്കെ ചെയ്യാം, ഇത്ര കാശ് ചെലവാക്കുക, ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. അപ്പൊ അതിനൊരു കോഡ് ഓഫ് കോണ്ടാക്ട് ഉണ്ടാവും, അതൊരു മാനുവൽ ഉണ്ടാവും. ആ മാനുവലിന് വിരുദ്ധമായിട്ട് ഈ കാൻഡിഡേറ്റ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നിട്ട് എന്ന് നോക്കിയിട്ട് അത് റിപ്പോർട്ട് ചെയ്യലാണ് ഒരു ഇലക്ഷൻ കമ്മീഷൻ നിയോഗിക്കുന്ന നിരീക്ഷകർക്ക് ഉത്തരവാദിത്വം. ഇവിടെ നമുക്കൊരു മാനുവൽ ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിച്ച പരിശുദ്ധ ഖുർആനാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം മാനുവൽ. ആ മാനുവലില് ഒരാളോട് നമ്മൾ എങ്ങനെ പെരുമാറണം എന്നതിനെ സംബന്ധിച്ച്, ഒരാൾ നമ്മളെ കണ്ടു പുഞ്ചിരിച്ചു, അപ്പൊ അങ്ങോട്ട് പുഞ്ചിരിക്കൽ ആവശ്യമാണ്. ഇപ്പൊ ഇങ്ങോട്ട് പുഞ്ചിരിച്ചപ്പോ ഭയങ്കര രൗദ്രഭാവത്തോടെ നോക്കിക്കഴിഞ്ഞാൽ മാനുവലിനെതിരായിട്ടാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. പുഞ്ചിരിച്ചു കഴിഞ്ഞാൽ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ റദ്ദുസ്സലാം ഫർദാണെന്നാണ്. സലാം പറയൽ സുന്നത്തേ ഉള്ളൂ, പക്ഷെ മടക്കൽ ഫർദാണെന്ന്. അപ്പോ അയാൾ മറുപടി പറഞ്ഞില്ലെങ്കിൽ, അവഗണിക്കുകയാണെങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതൊരു തെറ്റാണ്. അതായത് ആ മാനുവലിലുള്ളതിന് വിരുദ്ധമായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോ വളരെ കൃത്യമായിട്ട് ഇത് വെച്ചിട്ട് വേണം നമ്മളെ നിരീക്ഷിക്കാനുള്ള. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കുറെ നിർദ്ദേശങ്ങളും കാര്യങ്ങളും തന്നിട്ടുണ്ട്. ഓരോ പ്രവൃത്തിയിലും നാം ആ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ അകത്തോ പുറത്തോ, അല്ലെങ്കിൽ അതിന്റെ ഉള്ളിലാണോ അല്ലെങ്കിൽ അത് എക്സീഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ അത് തെറ്റിപ്പോയാൽ, അല്ലാഹുവിന്റെ നിർദ്ദേശത്തിന് എതിരായിട്ട് ഞാൻ ചെയ്താൽ എനിക്ക് ശിക്ഷ വരാൻ സാധ്യതയുണ്ട് എന്ന ഒരു ഭയം ഉള്ളിൽ. അനുകൂലിച്ച് അത് ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ. ഈ നിതാന്തമായ ഭയത്തിന്റെയും പ്രതീക്ഷയുടെയും ഇടയിലുള്ള ഒരു മാനസികാവസ്ഥയാണ് തഖ്വ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ തഖ്വക്ക് അത്ര വലിയ ആഴമുണ്ട്. സൂക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ, ഇരുട്ടുള്ള രാത്രി നടക്കുന്നവൻ ടോർച്ച് വാങ്ങുന്നു.
ദുർഘടമായ പാതയിൽ നടക്കുന്നവൻ കാലടിപ്പാടുകൾ വളരെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. നല്ല ട്രാഫിക്കുള്ള റോഡിലൂടെ വാഹനം ഓടിക്കുന്നവൻ മറ്റു വാഹനങ്ങളെ തട്ടാതെ നോക്കും. അവിടെയൊക്കെ നമുക്ക് സൂക്ഷ്മത നമ്മുടെ നിത്യജീവിതം നമുക്കറിയുന്നത്. അതുപോലെ ഈ ജീവിതം ഒരു ആത്മീയമായ ഒരു യാത്രയും കൂടിയാണ്. ഓരോ സംഗതികളിലും നമുക്ക് ഒരു മാർഗദർശനം. അപ്പൊ ആ മാർഗദർശനം അനുസരിച്ചിട്ടാണോ യഥാർത്ഥം നമ്മൾ ചെയ്യുന്നത് എന്ന് സൂക്ഷ്മമായി വിലയിരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥാവിശേഷമാണ് യഥാർത്ഥത്തിൽ ഈ തഖ്വ. അതുകൊണ്ട് സത്യവിശ്വാസികളോട് പറയാം, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക, അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിച്ച് ജീവിക്കുക. ഇത് വളരെ ലാഘവത്തോടുകൂടി ഈസിയായിട്ട് ഉറക്കം തൂങ്ങിയിരുന്ന് കേട്ട് കളയാനുള്ള ഒരു സംഗതിയല്ല. ഇത് വളരെ ഗൗരവമായ അസുലഭമായ ഒരു അവസരമാണ് ജീവിതത്തിൽ ലഭിക്കുന്നത്. അല്ലാഹ് തന്നിട്ടുള്ള ഒരു സൗഭാഗ്യമാണ്. അത് കേൾക്കാനിരിക്കുന്നതിലും അത് ജാഗരൂകമായിരിക്കുന്നതിലും ഓരോരുത്തരുടെയും മനോനിലയ്ക്കനുസരിച്ച് സവാബാകട്ടെ. ഈ വള്ളിയിൽ നിസ്കരിക്കാൻ വന്ന എല്ലാവർക്കും ഒരേ കൂലിയിൽ ഉണ്ടാവാം. ഓരോരുത്തരുടെ മനോനില അനുസരിച്ചിട്ടായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകുക. വളരെ കുറഞ്ഞ അമൽ കൊണ്ട് വലിയ പ്രതിഫലം നേടുന്ന ആളുകളുണ്ടാവും. ഒരുപാട് മുട്ടിപ്പിടിച്ചിട്ടും ഒരുപാട് കുത്തിയിരുന്നിട്ടും വളരെ കുറഞ്ഞു മാത്രം പ്രതിഫലം നേടിപ്പോകുന്ന ആളുകളുണ്ടാവും. അത് അവനും അവന്റെ അള്ളയും തമ്മിലുള്ള മാനസികമായ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് അതിന്റെ തവാബ് ഉണ്ടാവുക. എന്നാൽ ഓരോ ആത്മാവും നോക്കട്ടെ നാളേക്ക് അവൻ എന്താണ് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്നത്, നാളേക്ക് എന്താണ് സമ്പാദിച്ചിട്ടുള്ളത്. തഖദ്ദമ എന്ന് പറഞ്ഞാൽ മുന്നോട്ട് ചെയ്തിട്ട് നേരത്തെ അയക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ചെയ്യുന്ന ഓരോ സംഗതികളും നമ്മൾ ചെയ്യുന്ന എല്ലാ ഓരോ പ്രവൃത്തിയും അത് നേരത്തെ തന്നെ ഇവിടെ അങ്ങോട്ട് പാക്ക് ചെയ്തു പോകും. അതായത് ഇതുവരെ ചെയ്തൊക്കെ അവിടെ എത്തിക്കഴിഞ്ഞാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഹളറത്തിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളതും വളരെ വ്യക്തമായി അല്ലാഹു നമ്മളെ പഠിപ്പിക്കുന്നു. ഇലൈഹി യസ്അദുൽ കലിമു ത്വയ്യിബു വൽ അമലു സ്സാലിഹു യർഫഉ. ഇലൈഹി യസ്അദുൽ കലിമു ത്വയ്യിബ്, ഒരാൾ ഒരു നന്മയുടെ ഒരു വാചകം ഉന്നയിച്ചാൽ അത് ഉടൻ തന്നെ അവനിലേക്ക് കയറി പോകുന്നതാണ്. ആധുനിക ശാസ്ത്രം അനുസരിച്ച് ഓരോന്നും ഒരു എനർജി റിലീസാണ്. നമ്മൾ ഈ ശരീര മാറ്ററാണ്. ഈ മാറ്റർ ഇങ്ങനെ പ്രതികരിക്കുമ്പോൾ ഉണ്ടാകുന്നതൊക്കെ എനർജിയാണ്. ഈ എനർജി നേരെ വളരെ വേഗം അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് എത്തും. ലൗഹുൽ മഹ്ഫൂദിലേക്ക് തന്നെ എത്തും. ലൗഹുൽ മഹ്ഫൂദ് എന്നാണ് ഇങ്ങോട്ട് വരുന്നത്, തിരിച്ചത് ലൗഹുൽ മഹ്ഫൂദിലേക്ക് തന്നെ. വൽ അമലു സ്സാലിഹ് യർഫഉ, സൽപ്രവൃത്തികളൊക്കെ അവൻ ഉയർത്തിക്കൊണ്ടു പോകുന്നു. സൽപ്രവൃത്തിയുടെ രേഖകളൊക്കെ അവൻ ഉയർത്തിക്കൊണ്ടു. അതാണ് വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. ഓരോരുത്തരും അവസാനം അവർക്ക് ഇത് കാണാൻ പറ്റുന്നതാണ്. അതായത് വജദു മാ അമലു ഹളറ, ഇതവിടെ വലിയൊരു രേഖ അവിടെ ഹാജരാക്കുമ്പോ എന്താണ് പ്രവർത്തിച്ചത്, ഒരാളോട് സംസാരിക്കുമ്പോൾ എന്തായിരുന്നു മനോഭാവം, എന്തായിരുന്നു ഉദ്ദേശം, നമ്മൾ എന്ത് വാക്കുച്ചരിച്ചാൽ ആ വാക്ക് ഉച്ചരിക്കുന്നതിനല്ല അതിന്റെ പിന്നിലെ നിയ്യത്തിനെ സംബന്ധിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ശരീരത്തിലേക്കും നമ്മുടെ പ്രവൃത്തിയിലേക്കും അല്ല, നമ്മുടെ നിയ്യത്തിലേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നത്. അപ്പൊ അവിടെയാണ് യഥാർത്ഥത്തിൽ തഖ്വ കുടികൊള്ളുന്നത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഓരോരുത്തരും എന്താണ് ചെയ്തു വെച്ചിട്ടുള്ളത്, നാളെയുടെ നന്മയ്ക്ക് വേണ്ടി എന്താണ് ചെയ്തു വെച്ചിട്ടുള്ളത്. അപ്പൊ സൂക്ഷ്മത പാലിക്കുന്നവനെ നന്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ഗ്ലാസ് വെള്ളം കിട്ടി, അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു. അത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന് നന്ദി രേഖപ്പെടുത്തലാണ്. ഉടനെ അത് അവിടെ രേഖപ്പെടുത്തി. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ആളുകളൊക്കെ നമസ്കരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ സമയല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞു, റബ്ബനാ വലകൽ ഹംദ് എന്നാണ് എല്ലാവരും പറയാ. അപ്പൊ അതിലൊരു സഹാബി പറഞ്ഞ, അതായത് ലകൽ ഹംദ് എന്നതിന് പകരം അല്ലാഹുമ്മ ലകൽ ഹംദ് എന്ന് പറഞ്ഞ് കുറച്ച് കൂടുതൽ എന്ന് പറഞ്ഞു. അതായത് നമ്മള് പറയാറുണ്ട് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറക എന്ന് അയാൾ പറഞ്ഞു. ലകൽ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറക എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അദ്ദേഹം എവിടെ നിന്ന് പഠിച്ചതാണെന്നൊന്നും ആദ്യത്തിൽ പറയുന്നില്ല. നമസ്കാരം കഴിഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ആരാണ് അങ്ങനെ പറഞ്ഞത്? അപ്പൊ പേടിച്ചിട്ട് ആരും വേണ്ടിയില്ല. കാരണം റസൂൽ പറഞ്ഞു കൊടുത്തതല്ല ആ പറഞ്ഞിട്ടുള്ളത്. അപ്പോ എന്താണ് അയാൾ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദ്യം ചെയ്യുകയാണെന്ന് വിചാരിച്ചു പേടിച്ചിട്ട് വേണ്ടിയില്ല. വീണ്ടും റസൂൽ ചോദിച്ചു, ആരാണ് അങ്ങനെ പറഞ്ഞത്? അപ്പോഴും സദസ്സിനൊന്നും ആരും വേണ്ടിയില്ല. മൂന്നാമത് റസൂൽ ലേശം ഗൗരവത്തിൽ, ആരാണ് അങ്ങനെ പറഞ്ഞത്? അപ്പൊ ഒരാൾ ഞാൻ തന്നെയാണ്.
എന്നാൽ കേട്ടോളൂ, എനിക്ക് ജിബ്രീൽ ഇപ്പോ വിവരം അറിയിച്ചിരിക്കുന്നു. അങ്ങനെ പറഞ്ഞ ആളുടെ രേഖ എങ്ങനെ രേഖപ്പെടുത്തണമെന്നുള്ള കാര്യത്തിൽ മലക്കുകൾ തമ്മിൽ തർക്കമുണ്ടാവുകയും അള്ളാഹുവിനോട് അന്വേഷിക്കുകയും അതങ്ങനെ തന്നെ രേഖപ്പെടുത്തൂ. അവന്റെ ഹൃദയത്തിൽ നിന്ന് വന്ന ആ നന്ദിയുടെ വാക്കിന് നാം അവനെ കണ്ടുമുട്ടുന്ന ദിവസം ഉത്തമമായ പ്രതിഫലം അവന് നൽകുന്നതാണ് എന്നറിയിക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണ്. ഇതൊരു ചിത്രീകരണമാണ്. അതായത് എത്ര ആഴത്തിൽ അൽഹംദുലില്ലാഹ് നമുക്ക് പറയാം, അസ്സലാമു അലൈക്കും നമുക്ക് പറയാമല്ലോ. പക്ഷേ ആത്മാർത്ഥമായി പറയുന്ന ഒരു സലാമാണ് അൽഹംദുലില്ലാഹ് നമ്മൾ പറയുന്നത്. വളരെ ആഴത്തിൽ നമുക്ക് വളരെ അത്യാവശ്യമായ വെള്ളം കിട്ടിയപ്പോ അൽഹംദുലില്ലാഹ് എന്ന് പറയുമ്പോൾ ആ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് നിന്ന് വരുന്ന ആ നന്ദി രേഖപ്പെടുത്തൽ അള്ളാഹുവിന് നന്നായി മനസ്സിലാവുന്നത്. അത് നാളേക്കുള്ള ഒരു അമലായി അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു. ഒരു ചെറിയ കാര്യം പോലും നന്മ നീ ഉപേക്ഷിക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരാളെ കണ്ട് പുഞ്ചിരിക്കുന്നതോ വഴിയിൽ നിന്നൊരു മുള്ള് നീക്കിക്കളയുന്നതോ പോലെയുള്ള ചെറിയ നന്മ പോലും നീ നിസ്സാരമായി കണക്കാക്കരുത്. കാരണം അതിന് നിനക്ക് ഉത്തമമായ പ്രതിഫലം ഉണ്ടാവും, നിന്റെ തെറ്റുകൾ പുറത്തു പോകും. ഇതൊരു സൂക്ഷ്മതയുടെ ആഴത്തിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അതായത് ഓരോ വാക്കിലും ഓരോ പ്രവൃത്തിയിലും അങ്ങനെ മനുഷ്യ മനസ്സ് കുറെ ജാഗരൂകമാകുമ്പോ അവന്റെ മാവിൽ നിന്ന് മോശമായത് പിന്നെ ഉണ്ടാവില്ല. അവന്റെ മനസ്സിൽ നിന്ന് ദുർചിന്താഗതി ഉണ്ടാവില്ല. ഒരുപാട് കുഴപ്പങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന പിശാചിനെ അവിടെ നിന്ന് മാറ്റി നിർത്തും. ഇല്ലെങ്കിലോ യഥാർത്ഥം പള്ളി ഉണ്ടാക്കിയാലും നിസ്കരിക്കാൻ പോയാലും അവിടെ പിശാചിന്റെ താവളമായിരിക്കും അവന്റെ മനസ്സെന്നുള്ളതിൽ ഒരുപാട് തെളിവുകൾ ഇന്നും പത്രത്തിൽ കണ്ടു. കൊണ്ടോട്ടിയേരിയിലെ 3 പള്ളികൾ ഇബാദത്തെടുക്കാൻ തുറക്കാൻ വയ്യാതെ കോടതിയിലായിട്ട് കേസ്. റമദാനിൽ തുറക്കാൻ പറ്റില്ല. ആലോചിച്ച് നോക്കണം, അള്ളാഹുവിനെ സ്മരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പള്ളിയിൽ സംഘടനാ പക്ഷപാതിത്വം കൊണ്ട് പരസ്പരം അടിച്ചു കയറി കോടതിയിൽ കൊണ്ടുപോയി കേസ് കൊടുത്തിട്ട് അവിടെ പൂട്ടിയിട്ടൊക്കെയാണ്. ഈ കോടതിയും ഈ ആളുകളുടെ വൈരാഗ്യമൊന്നും അള്ളാഹിനടുത്ത് ഒരു വിലയുള്ള കാര്യമല്ല. അവിടെ അള്ളാഹുവിനെ സ്മരിക്കാൻ വേണ്ടി നാട്ടുകാർ പൈസ ഉണ്ടാക്കിയിട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പള്ളിയാണ്. പക്ഷെ അവിടെ കയറി സംഘടന കളിച്ചിട്ട് അവിടെ അടച്ചിട്ടിരിക്കുന്നു. ഇന്നത്തെ പത്രത്തിൽ വഴി വേണ്ട കേന്ദ്രത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആലയും അവന്റെ റസൂലും നമ്മൾ എന്ത് പഠിപ്പിക്കുന്നു? നാം എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത്? ദീനെവിടെ, നമ്മളെവിടെ? ഈ ആളുകളെ എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിക്കുക എന്നുള്ളത് ആലോചിച്ച് നോക്കിയാൽ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ സഹായത്തിന് നമ്മൾ തീരെ അർഹരല്ല എന്നാണ് ഓരോ പ്രവൃത്തിയിലൂടെയും തെളിയിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വളരെ ഗുരുതരമായ ഒരു അവസ്ഥയാണ്. ഓരോരുത്തരും ശരിക്കും ആലോചിക്കേണ്ടതാണ്. അവിടെ അതിന് ബന്ധപ്പെട്ട അള്ളാഹുവിന്റെ ഇബാദത്ത് തടസ്സപ്പെടുത്തി ഏത് പണ്ഡിതനായാലും അവനെല്ലാം പ്രതികൂടി നിൽക്കുന്നുള്ളതിൽ യാതൊരു സംശയമില്ലല്ലോ. എല്ലാവർക്കും ബാധകമാണ്. അവർ ഓരോരുത്തരും ചിന്തിക്കണം, നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം, നാളെ എന്താണ് സമ്പാദിച്ചു വെച്ചിട്ടുള്ളത് എന്ന് ഓരോരുത്തരും ചിന്തിക്കണം എന്നുള്ള സുബ്ഹാനഹു വ തആല പറയാം. എന്നിട്ട് ഇന്നല്ലാഹ ഖബീറുൻ ബിമാ തഅമലൂൻ എന്ന ഒരു പിൻകുറിയും അതിന്റെ കൂടെ ചേർത്തിട്ടുണ്ട്. നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ സൂക്ഷ്മമായി അറിയുന്നവനാണ് എന്ന് പറഞ്ഞാൽ എല്ലാ മനസ്സുകൾക്കും മുകളിൽ അല്ലാഹുവിന്റെ നോട്ടമുണ്ട് എന്ന്. ഒരു മനസ്സിന് നിതാന്ത ജാഗ്രതയിൽ നിർത്താൻ യഥാർത്ഥത്തിൽ ഇതിലപ്പുറം ഏറെ ഒരു സെന്റൻസും ആവശ്യമില്ല. ഇതിൽ വിശ്വസിക്കുകയും ഇതിനോട് താല്പര്യം കാണിക്കുകയും ചെയ്യുന്ന എല്ലാ മനസ്സുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ജാഗ്രതയായി നിലനിർത്താൻ മാലാഖമാരെ ഏർപ്പെടുത്തി കൊടുക്കുന്നതാണ്. അതിനാണ് ഇതിവിടെ പറഞ്ഞത്. പല കാര്യങ്ങളും പറയുന്ന കൂട്ടത്തിൽ ഇങ്ങനെ പിൻകുറി പറയാറുണ്ട് ഖുർആൻ. അല്ലാഹു ഖബീറുൻ ബിമാ ഇന്നല്ലാഹ ഖബീറുൻ ബിമാ തഅമലൂൻ. നിങ്ങൾ പ്രവർത്തിക്കുന്നത് വളരെ സൂക്ഷ്മമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നവനാണ്. ആരെ കാണിക്കാൻ വേണ്ടി ആരെന്ത് ചെയ്താലും ഒരു പ്രതിഫലമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കാണിക്കാനാണ് ചെയ്യുന്നതെങ്കിൽ അതിന് ഉത്തമമായ പ്രതിഫലം ഉണ്ടാവുന്നതാണ്. എല്ലാ കാപട്യങ്ങളും മറന്നേക്ക് പുറത്തു വരുന്നതാണ് അള്ളാഹുവിന്റെ മുന്നിലുള്ള വിചാരണ. ആ വിചാരണയെ നേരിട്ട് കണ്ടുകൊണ്ടാണ് ഈ ഭൂമിയിലെ ജീവിതം നയിക്കേണ്ടത് എന്ന് സത്യവിശ്വാസികളുടെ അല്ലാഹു തആല പറയുമ്പോൾ മനുഷ്യനെ സംരക്ഷിച്ച് രക്ഷിച്ച് സ്വർഗത്തിലേക്ക് എത്തുവാനുള്ള കാരുണ്യവാനായ അല്ലാഹുവിന്റെ ഒരു കരുണ പ്രകടനമാണ് യഥാർത്ഥത്തിൽ നമ്മൾ അതിലൂടെ മനസ്സിലാക്കേണ്ടത്. അതായത് വലാ തകൂനു കല്ലദീന നസുല്ലാഹ ഫഅൻസാഹും അൻഫുസഹും ഉലൈക ഹുമുൽ ഫാസിഖൂൻ. നിങ്ങളൊരു കൂട്ടരെ പോലെ ആവരുത്. അവർ അല്ലാഹുവിനെ മറന്നതുകൊണ്ട് അവരുടെ നഫ്സിനെ അവരെ തന്നെ മറപ്പിച്ചു കളഞ്ഞു. സ്വന്തത്തെ മറന്നു പോകുക എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ ഒരു അതിനേക്കാൾ വലിയ നഷ്ടം വേറെ വരാനില്ല. സ്വന്തത്തെ മറന്നു പോകാന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന തരത്തിലല്ല.
എനിക്ക് ഭക്ഷണം വേണം, എനിക്ക് വീട് വേണം, എനിക്ക് ഭാര്യ വേണം, എനിക്ക് മക്കൾ വേണം, എനിക്ക് അതുപോലെ തന്നെ മറ്റു കുടുംബങ്ങൾ വേണം എന്ന് വിചാരിച്ച് നമ്മൾ മറന്നോളല്ല. ഞാൻ ആരാണ്, എന്തിനാണ് ഇവിടെ വന്നത്, വളരെ കുറഞ്ഞ സമയം ഇവിടെ നാം ജീവിക്കുള്ളൂ, എന്നിട്ട് അള്ളാഹുലേക്ക് മടങ്ങിപ്പോണം, ഞാൻ ഉത്തരവാദിത്വമുള്ള അള്ളാഹുവിന്റെ ഒരു അടിമയാണ് എന്ന ബോധമുണ്ടല്ലോ, ആദ്യം തന്നിട്ടുള്ള ആ ഈമാൻ, അതാണ് മറപ്പിച്ചാവുക. വലിയ അത്ഭുതമാണ്. നമുക്ക് ആദ്യം തന്നിട്ടുള്ള ആ വിശ്വാസം, അതുപോലെ തന്നെ ജ്ഞാനം, അതിന് മറപ്പിച്ചു കളഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു അന്ധതയോടെ ഈ ഭൂമിയിൽ വിഹരിക്കും. അള്ളാഹുവിന്റെ സ്മരണ വിട്ടാൽ അത് മറപ്പിക്കാൻ അള്ളാഹു ഒരു പിശാചിനെ ഏർപ്പെടുത്തും. ആരെങ്കിലും രക്ഷിതാവിന്റെ ശ്രദ്ധ വിട്ട് കഴിഞ്ഞാൽ അവനെ സംബന്ധിച്ചിടത്തോളം അവനൊരു പിശാചായിരിക്കും പിന്നെ കൂട്ടുകാരൻ എന്നാണ്. ഈ പിശാച് ഒരാളല്ല, ഒരുപാട് പിശാചുകളുണ്ടാവും. ഈ പിശാചുക്കൾ മനുഷ്യന് നൽകുന്ന ഒരു ധാരണ ഉണ്ട്. ഈ മനഃശാസ്ത്രപരമായ ഏറ്റവും വലിയ കോംപ്ലിക്കേറ്റഡ് മാനസികാവസ്ഥ എന്ന് വെച്ചാൽ ഒരാളിനൊരു രോഗം ഉണ്ടാവുകയും അയാൾ രോഗിയാണ് എന്ന് അയാൾ അറിയാതിരിക്കുകയും ചെയ്യുകയാണ് ഏറ്റവും വലിയ പ്രശ്നം. രോഗം ഉണ്ടെങ്കിൽ രോഗിയാണെന്ന് അറിഞ്ഞാൽ ട്രീറ്റ്മെന്റ് ഭരിക്കുകയും ചെയ്യും. ഒരാളിനൊരു രോഗമുണ്ട്, ആ രോഗം അയാൾക്ക് അറിയില്ല, അയാളെല്ലാം നല്ലതാണ് ചെയ്യുന്നത് എന്ന് തോന്നും. ഇത് പിശാചിന്റെ പ്രവർത്തനമാണ്. വഴിമാറിയാണ് ഈ പിശാച് അവരെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ വിചാരിക്കും അവരാണ് ഏറ്റവും സന്മാർഗം പ്രാപിച്ച ആളുകൾ. നമുക്കറിയാലോ സാധാരണ ഭ്രാന്തന്മാരെന്ന്, എനിക്ക് ഭ്രാന്തില്ല, മറ്റവനാണ് ഭ്രാന്തി എന്നാണ് സാധാരണ പറയാറ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു മാനസിക പ്രശ്നമാണ്. ഒരാളിന്റെ രോഗം, അതപ്പോ നമ്മുടെ മെഡിസിൻ ഇപ്പൊ നമ്മള് ഇപ്പൊ ഇഞ്ചക്ഷൻ എടുക്കാൻ നേരത്തെ ഡോക്ടർ പറയില്ല, ഇഞ്ചക്ഷൻ എടുക്കാൻ പോകണട്ടോ, എടുക്കാൻ പോകണേ. കാരണം രോഗി അറിയാതെ കുത്തിവെക്കലല്ല. പണ്ടൊക്കെ അങ്ങനെയായിരുന്നു, രോഗി അറിയാതെ മരുന്ന് കൊടുക്കും. ഇപ്പൊ അങ്ങനെയല്ല. നിങ്ങൾക്ക് ഇന്ന രോഗമാണ്, ഇന്ന മെഡിസിനാണ് പ്രിസ്ക്രൈബിച്ചുള്ളത്, അത് ഇത്ര ദിവസം ഇത്ര ഡോസ് കഴിച്ചാൽ അതിന് പരിഹാരം ഉണ്ടാകുമെന്ന് രോഗിക്കൊരു ബോധം കൊടുക്കുകയാണ്. ആ ബോധത്തിലാണ് രോഗം കുറയാനുള്ള വലിയ മെക്കാനിസം ഉള്ളത് എന്നുള്ള. അപ്പൊ രോഗി അറിയാതെ എന്തെങ്കിലും മരുന്ന് കൊടുക്കുകയല്ല ചെയ്യുന്നത്. ഇവിടെ രോഗിയെ നമുക്ക് അറിയിക്കാൻ പറ്റൂല എന്നുള്ള. കാരണം ഈ രോഗി പറഞ്ഞു അവരുടെ ഹൃദയങ്ങളിലാണ് രോഗം. അവരതിൽ നിന്ന് മാറില്ല. കാരണം അവരെ സംബന്ധിച്ച് അള്ളാഹുവിനെ നിഷേധിച്ചു, അല്ലെങ്കിൽ അള്ളാഹുവിനെ അവരുടെ ജീവിതത്തിൽ വിട്ടൊഴിഞ്ഞു പോയിരിക്കുന്നു. അതുകൊണ്ട് അത് രോഗം ഏറ്റുകൊടുക്കുകയും ചെയ്യും. അവരെപ്പോഴും വിചാരിക്കും അവരാണ് ഏറ്റവും നന്നായി പ്രവർത്തിച്ചവര് എന്ന് അവർ വിചാരിക്കുന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഹതഭാഗ്യരായ മനുഷ്യന്മാർ സമൂഹത്തിൽ ഒരുപാടുണ്ട് എന്നുള്ള. അതിലേക്ക് നിങ്ങളായി പോരുത്. അതെങ്ങനെ ആവുന്നു? അതാക്കണതാണ്. അവരുടെ നഫ്സിനെ സംബന്ധിച്ച് അവരെ നഫ്സ് മറന്നുപോയി എന്നുള്ളതാണ്. അതായത് എന്തുകൊണ്ടാണ് അവരങ്ങനെ ചെയ്തത് എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അവർ മറന്നു. വലാ തകൂനു കല്ലദീന, ഒരു കൂട്ടരെ പോലെ നിങ്ങളാവരുത്, നസുല്ലാഹ്, അവർ അല്ലാഹുവിനെ മറന്നുപോയി. ഫഅൻസാഹും അൻഫുസഹും ഉലൈക ഹുമുൽ ഫാസിഖൂൻ, അവരാണ് ധർമ്മധിക്കാരികൾ. അപ്പൊ ആ ധർമ്മധിക്കാരികളിൽ പെട്ടുപോയി കഴിഞ്ഞാൽ പ്രകടമായി ദീനിന്റെ പല സംഗതികളൊക്കെ ചെയ്തു കൂട്ടുകയാണെങ്കിലും ഉള്ളിൽ ധർമ്മമില്ലാത്തത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്തൊരു വാല്യൂ ഉണ്ടാവില്ല, ഒരു വിലയും അല്ലാഹു തആല കൽപ്പിക്കൂല എന്നുള്ളതാണ്. അങ്ങനെ പ്രകടമായി പലതും ചെയ്ത് ഒടുവിൽ അവിടെ എത്തുമ്പോ എല്ലാം സീറോ ആയിരിക്കും. അങ്ങനെ ഹതഭാഗ്യരായി പോകുന്ന ഒരുപാട് ആളുകളെ കുറിച്ച് ഖുർആനും ഹദീസും ധാരാളമായി പറയുന്നുണ്ട്. അത്തരം ആളുകളിൽ പെട്ടുപോകാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അപ്പൊ 3 പ്രധാന ഉപദേശം സൂറത്തുൽ ഹശ്ർ തന്നത്: സൂക്ഷ്മമായി ജീവിക്കുക, സൂക്ഷ്മതയുള്ളവരായിരിക്കുക, നാളേക്ക് എന്താണ് ചെയ്തുകൊണ്ട് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ നാളേക്ക് എന്താണ് സമ്പാദിച്ചിട്ടുള്ളത് എന്ന് എപ്പോഴും ജാഗരൂകമായി നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുക. അതുപോലെ അല്ലാഹുവിനെ മറന്നവനെ പോലെ ആകാതിരിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. ഈ കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയാൽ അവർ മനുഷ്യന്മാർ 2 ഭാഗക്കാരായിട്ടാണ് അവസാനം മാറുക. അത് അല്ലാഹു ജന്ന, ഈ സ്വർഗാവകാശികളും നരകാവകാശികളും ഒരുപോലെ ആവുകയില്ല. അസ്ഹാബുൽ ജന്നത്തി ഹുമുൽ ഫായിസൂൻ,
യഥാർത്ഥത്തിൽ സ്വർഗാവകാശികൾ മാത്രമാണ് ഭാഗ്യശാലികളായ വിജയികളുടെ മകൾ. അപ്പൊ സ്വർഗാവകാശികളായി തീരണമെങ്കിൽ ഓരോരുത്തരും എത്രമാത്രം സൂക്ഷ്മ പാലിക്കണം, നാളേക്കുള്ള സമ്പാദ്യത്തെ കുറിച്ച് ബോധവാന്മാരാവണം, അള്ളാഹുവിനെ മറന്ന കൂട്ടരിൽ പെടാതിരിക്കണം എന്നത് വളരെ കൃത്യമായി വിവരിക്കുന്ന സൂറത്തുൽ ഹശ്ർ എന്ന് എടുത്ത് വായിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. എന്നിട്ട് വിജയികളുടെ കൂട്ടത്തിൽ എത്താൻ ശ്രമിക്കുക. കാരുണ്യവാനായ തമ്പുരാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله حمدا كثيرا طيبا مباركا ينبغي لجلال وجهه وعظيم سلطانه. سبحانك لا نحصي ثناء كما اثنيت نفسه لك الحمد حتى ترضى. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم. اللهم بارك على محمد وعلى ال محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الأخوة الأحباب، أوصيكم وإياي ثانيا بتقوى. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്ക് ബഹുമാനിച്ചുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ നിങ്ങളോട് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഈ കാര്യങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചിട്ട് ഹൃദയത്തെ പിടിച്ചു കുലുക്കുന്ന, ഹൃദയങ്ങളെ വല്ലാണ്ട് വർദ്ധിക്കുന്ന ഒരു വാചകം അവിടെ പറയുന്നു. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശയത്തില്ലാഹ് വതിൽകൽ അംസാലു നദ്രിബുഹാ ലിന്നാസി ലഅല്ലഹും യതഫക്കറൂൻ. ചിന്തിക്കുന്ന ഹൃദയങ്ങൾക്ക് നടുക്കുണ്ടാകുന്നതായി നമ്മൾ സാധാരണ പറയാറുണ്ട് മക്കളോടോ അല്ലെങ്കിൽ സബോർഡിനേഴ്സിനോടോ അല്ലെങ്കിൽ ജോലിക്കാരോടൊക്കെ പറഞ്ഞു, എടാ ഞാൻ ഈ കാര്യങ്ങൾ ഒരു പോത്തിനോടാണ് പറഞ്ഞെങ്കിൽ അത് ഇതിനിടയ്ക്ക് അനുസരിച്ച് പോകാൻ എന്നോട് പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഈ സംഗതികളൊക്കെ വളരെ വിശദമായ ഒരു പോത്തിനോട് ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ അത് ഇതിനിടയ്ക്ക് അനുസരിച്ച് നന്നാകുമായിരുന്നു. നീ ഇത്രയും കാലം ഇത് കേട്ടിട്ട് നന്നാവില്ലല്ലോ. സാധാരണ നമ്മുടെ ജീവിതത്തിലുള്ള ഒരു നാടൻ പ്രയോഗം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? മനുഷ്യന് ബുദ്ധിയുണ്ട്, കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കി അപാകതകൾ പരിഹരിച്ച് നന്നാവണം എന്ന ബോധം അവന് ആവശ്യമാണ്. പോത്തിനൊന്നുമില്ല. ബുദ്ധിയില്ലാത്ത പോത്ത് പോലും ഇത്തരം ആഴത്തിലുള്ള ഉപദേശം കേട്ടാൽ നന്നായി പോകുമായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ പോത്തിനേക്കാൾ മോശമാണ്. ഉലായിക കലഞ്ഞ മൃഗങ്ങളാണ്. ബൽഹും അവൽ സബീല, ചിലടത്ത് പറയാം അതിനേക്കാൾ മോശമാണ്. അല്ലാഹ് പറഞ്ഞ ഇതിനെ നിശ്ചയിച്ച് നടക്കുന്നവരെ കുറിച്ച് അല്ലാഹ് അങ്ങനെയൊക്കെ പറഞ്ഞു. മസലുഹും കമസലിൽ കൽബ്, അവന്റെ ഉദാഹരണം നായന്റെ ഉദാഹരണമാണ്. മനുഷ്യനെ അല്ലാഹ് മനുഷ്യനെ കുറിച്ച് പറഞ്ഞ വലഖദ് കറംനാ ബനി ആദം, ആദമിന്റെ സന്താനങ്ങളെ നാം ആദരിച്ചിരിക്കുന്നു. അതേ അല്ലാഹു തആല പറയാ മസലുഹും കമസലിൽ കൽബ്, ഈ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കള്ളപ്പെടുത്തുന്ന തള്ളിക്കളയുന്നവൻ നാവിനടിക്കാന്നറിയാം. ഈ അളുവ ഒടിച്ചിട്ട് നാവ് നീട്ടി റോഡോട് ഇങ്ങനെ വാലാട്ടി നടക്കുന്ന ഒരു നായുണ്ട്, തെരുവ് നായ. സാധാരണ വീട്ടിൽ വളർത്തുന്ന ഒരു സ്റ്റാൻഡേർഡുള്ള നായല്ല, തെരുവ് നായ. ആ തെരുവ് നായക്ക് സമമാണ് അവൻ എന്ന് ഞാനല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. ഒന്ന് ആലോചിച്ചു ഒരാൾ. ഏതാണ്ട് അതിന് സമാനമായ മറ്റൊരു പ്രയോഗം, ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശയത്തില്ലാഹ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഖുർആൻ ഞാനൊരു മലയിലാണ് അവതരിപ്പിച്ചിരുന്നെങ്കിൽ, ലൗ അൻസൽനാ ഹാദൽ ഖുർആൻ അലാ ജബലിൻ, ഒരു മലയുടെ മുകളിൽ, അതായത് കരിമ്പാറ, നമുക്കറിയാം കാഠിന്യമുള്ള പാറ, മനുഷ്യനെ പോലെയല്ല. മനുഷ്യ ഹൃദയം ലോലമാണ്, ആർദ്രമാണ്, സ്നേഹസമ്പന്നമാണ്, മനസ്സിലാക്കേണ്ട. പക്ഷെ പാറ അങ്ങനെയല്ല, അനങ്ങാപ്പാറ, കരിമ്പാറ. പക്ഷെ കരിമ്പാറ കൂട്ടങ്ങളിൽ നല്ല കുളിർ നീരോടിച്ചിരിക്കുന്നതുണ്ട്. അപ്പൊ അതിനേക്കാൾ മോശം ഈ സംഗതി. ഈ സന്ദേശം ഞാനൊരു പാറയുടെ മുകളിലാണ്, ഒരു മലയുടെ മുകളിലാണ് അവതരിപ്പിച്ചെങ്കിൽ
അത് അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് പൊട്ടിത്തകർന്നു വീണത് നിനക്ക് കാണാമായിരുന്നു എന്ന് നമ്മളോട് പറയാം. എന്നാലോചിച്ചു, ഇതൊന്നും കേട്ടിട്ട് മനുഷ്യ, നിന്റെ മനസ്സിന് ഒരു കുരുക്കൂലുണ്ടോ? നീ ഇതൊന്നും അനുസരിക്കാൻ യാതൊരു താല്പര്യവും കാണിക്കുന്നില്ല. ഭൂരിപക്ഷം പേരെ കുറിച്ച് പറഞ്ഞ വളരെ കുറഞ്ഞ മനുഷ്യന്മാരുണ്ടാവും അനുസരിക്കുന്നു. ജനങ്ങളിൽ ഭൂരിപക്ഷം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകടിപ്പിക്കുന്നത്. ഈ പറഞ്ഞ ഉപദേശങ്ങൾ, സാരോപദേശങ്ങൾ നാം ഒരു മലയുടെ മുകളിലാണ് അവതരിപ്പിച്ചിരുന്നെങ്കിൽ അത് അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് പൊട്ടിത്തകർന്ന് നിനക്ക് കാണാമായിരുന്നു. എന്തിനാണ് ഇങ്ങനെ പറയുന്നതില്ലേ? എന്നിട്ടെങ്കിലും നിന്റെ മനസ്സിനൊരു മാറ്റം ഉണ്ടാവട്ടെ. അവർ ഇതിനെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കാൻ വേണ്ടിയാണ് ഇത്ര ഗൗരവത്തിൽ, ആഴത്തിൽ നാം പറയുന്നത് എന്നുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല തൊട്ടടുത്ത ആയത്തിൽ പറയാം. നമ്മളെ ഓരോരുത്തരെയും നേരെ നോക്കിയിട്ടാണ് ആയത്ത് സംസാരിക്കുന്നത്. നമുക്ക് മാറ്റം ഉണ്ടാവുന്നുണ്ടോ? ഹൃദയത്തിലേക്ക് ഇറങ്ങുന്നുണ്ടോ? നമുക്ക് നാളെയുടെ ജീവിതത്തിന്റെ വിജയത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാനുള്ള ജാഗരൂകമായ മനസ്സുണ്ടാവുന്നുണ്ടോ എന്ന് ഓരോരുത്തരും പരിശോധിച്ചു നോക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഇത് അവിടെ എത്ര ആഴത്തിൽ പറയുന്നത്. നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ ഇത്തരം ഉദാഹരണങ്ങൾ നാം നൽകുന്നുവെന്ന് ഖുർആൻ ആഴത്തിലൊന്ന് മനസ്സിലാക്കിയാൽ അത് ആശ്വാസത്തിൽ ഒരു കൂട്ടുകാരനായി നമ്മളോടൊപ്പം ഉണ്ടാവും. ഖുർആൻ അവതരിപ്പിച്ച മാസമാണ് വരാൻ പോകുന്നത്. കൂടുതൽ ആഴത്തിൽ പഠിക്കാനും മനസ്സിലാക്കാനും അതുമായി സംവദിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും ശ്രമിക്കുക. അതിന് കാരുണ്യവാനായ തമ്പുരാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലാഹു മലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم. اللهم علمنا أبو بكر وعمر وعثمان وعلي حمزة والعباس ومن بقية أصحاب رسول الله أجمعين. കാരുണ്യവാനായ തമ്പുരാനെ, ഞങ്ങളുടെ എല്ലാ വൻപാപങ്ങളും ചെറുപാപങ്ങളും പുറത്തുമാപ്പാതിക്കണം. ഞങ്ങളുടെ മാതാപിതാക്കന്മാർ, സഹോദരങ്ങൾ, ഭാര്യസന്താനങ്ങൾ, ഉസ്താദന്മാർ, സുഹൃത്തുക്കൾ, മറ്റു ബന്ധുമിത്രാദികൾ, വേണ്ടപ്പെട്ട എല്ലാ ആളുകളും മുഴുവൻ സത്യവിശ്വാസികൾ നീ പുറത്തുമാപ്പാതിക്കണേ തമ്പുരാൻ. ഞങ്ങളിൽ നിന്ന് മുന്നേ എന്നിലെത്തിയ ആൾക്കാരുടെ കബറിടങ്ങളെ സ്വർഗ പൂങ്കാവനങ്ങളുള്ള പൂങ്കാവനങ്ങളാക്കി മാറ്റിക്കൊടുക്കണേ തമ്പുരാൻ. അല്ലാഹുവേ, അവരെയും ഞങ്ങളെയും നരകശിക്ഷയിൽ കാക്കുകയും സ്വർഗം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണേ തമ്പുരാൻ. നിങ്ങളുടെ രോഗികളുടെ രോഗങ്ങളെല്ലാം നീ ശിഫയാക്കി തരണേ തമ്പുരാൻ. അല്ലാഹുവേ, ഞങ്ങളുടെ സന്താനങ്ങളിലും സമ്പത്തിലും ജീവിതത്തിലും ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കണേ നാഥ. നാളേക്ക് എന്താണ് ചെയ്യുന്നതെന്ന് സൂക്ഷ്മമായ ബോധത്തോടുകൂടി ഓരോ നിമിഷവും ജീവിക്കാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാൻ. ഈ ഖുർആൻ യഥാവിധം മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് എത്തിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ നാഥ. ശാന്തമായി ജീവിച്ച് ശാന്തമായി ഇതിലേക്ക് മടങ്ങാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. നാഥ, സക്രാത്തുൽ മൗത്തിന്റെ വേദന ഞങ്ങൾക്ക് ആശ്വാസത്തോടെ തരണേ തമ്പുരാനെ. റമദാൻ ഏറ്റവും ഉത്തമമായി വരവേൽക്കാനും ഞങ്ങളുടെ ഇതുവരെയുള്ള എല്ലാ പാപങ്ങളും കഴുകി പുറത്തു പോകുന്ന തരത്തിൽ ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ നാഥ. ആരോഗ്യത്തോടെ എല്ലാവർക്കും നോമ്പനുഷ്ഠിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ നാഥ. അതിനെ വരവേൽക്കാനുള്ള ഒരു പ്രത്യേകമായ ഒരു മനസ്സ് നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ആത്മാർത്ഥമായി നിന്നിലേക്ക് അടുക്കാൻ, നിന്റെ തൃപ്തിയിൽ ജീവിച്ച് നിന്റെ തൃപ്തിയിൽ നിന്നിലേക്ക് മടങ്ങി വരാനുള്ള ഒരു അനുഗ്രഹം തൗഫീഖ് നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات. اللهم اعز الإسلام والمسلمين. اللهم اعز الإسلام والمسلمين. اللهم انصر أعمال المجاهدين في كل أماكن الأرض يا أرحم الراحمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا الحمد لله رب العالمين.